ആയുസ്സും ആരോഗ്യവും താല്പര്യപ്പെടാത്ത ആരാണുള്ളത്? ഈ ജീവിതം സുഖകരമായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ, ഭഗവാനെ ആശ്രയിക്കണം എന്നുണ്ടെങ്കിൽ പോലും ഒരു ശരീരത്തിന് നല്ല ആരോഗ്യം നമുക്ക് ആവശ്യമാണ്. ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ഇടയിൽ ഉണ്ടാവും അല്ലെ? അങ്ങനെ കഷ്ടപ്പെടുന്ന നിരവധിയായിട്ടുള്ള ഭക്തരുടെ ആദിവ്യാധികളൊക്കെ തന്നെ മാറ്റിക്കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്ന സാക്ഷാൽ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമിയുടെ സന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വർഷം തോറും പതിനായിരക്കണക്കിന് ഭക്തർ എത്തുന്ന ഔഷധ സേവ എന്ന് വിളിക്കപ്പെടുന്ന വിശേഷപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്ന ഈ മഹാക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഈ വർഷത്തെ ഔഷധ സേവ നടക്കുന്നത് ഓഗസ്റ്റ് മാസം 1 കർക്കിടകം 16-നാണ്. അന്നേ ദിവസം ഇവിടെ എത്തുന്ന ഭക്തർ അറിയേണ്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമിയെ ഭജിച്ചുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാ ക്ലേശങ്ങളും മാറ്റാൻ ഈ സന്നിധിയിലേക്ക് എത്തേണ്ട മുഴുവൻ വിവരങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയുടെ ഏറ്റവും വിശേഷപ്പെട്ട ഭാവങ്ങളിൽ ഒന്നാണ് അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുന്ന ഔഷധകൃഷ്ണൻ എന്നുള്ള ഭാവം. പൊതുവിൽ ഗുരുവായൂരപ്പനെ തന്നെ നമ്മൾ വിളിക്കാറുള്ളത് വാതാലയേശൻ എന്നാണല്ലോ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ വാതരോഗം ഭഗവാൻ മാറ്റിയ കഥ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ ആശ്രയിച്ചെത്തുന്ന പതിനായിരക്കണക്കിന് ഭക്തരുടെ ആദിവ്യാധികൾ മാറ്റുന്ന തൊടുപുഴ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമിയുടെ സന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ നടക്കുന്ന, പ്രത്യേകിച്ച് ആയുർവേദ ചികിത്സയ്ക്കൊക്കെ തന്നെ വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള കർക്കിടക മാസത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ സേവ എന്ന ചടങ്ങാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട അവസരം. അന്നേ ദിവസം ഇവിടെ എത്തുന്ന പതിനായിരക്കണക്കിന് ഭക്തർ ഭഗവാനെ ഭക്തിയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും ഭജിച്ച് തങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും മാറ്റി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഔഷധകൃഷ്ണനായിട്ടുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമിയുടെ കഥകളിലേക്ക്, ഒപ്പം തന്നെ ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ഔഷധ സേവയുടെ വിശേഷങ്ങളിലേക്ക് ഇന്ന് ജ്യോതിഷ വാർത്ത നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ്. എല്ലാവർക്കും ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമിയുടെ വിശേഷങ്ങളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. തൊടുപുഴ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മഹാഭാരത കാലത്തോളം പാരമ്പര്യവും ചരിത്രമുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് പഞ്ചപാണ്ഡവരിൽ പ്രധാനിയായിട്ടുള്ള നകുലനാണ്. വനവാസകാലത്ത് തൊടുപുഴയുടെ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്ന പഞ്ചപാണ്ഡവർ അവരുടെ ഏറ്റവും ആരാധ്യനായിട്ടുള്ള ധന്വന്തരീമൂർത്തി കൂടിയായിട്ടുള്ള സാക്ഷാൽ ഗുരുവായൂരപ്പനെ, സാക്ഷാൽ ശ്രീകൃഷ്ണസ്വാമിയെ പലയിടങ്ങളിലായി പ്രതിഷ്ഠിച്ചു. അതിൽ നകുലൻ എന്ന് വിളിക്കപ്പെടുന്ന പാണ്ഡവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്നത്. നകുലനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നകുലന്റെ അച്ഛൻ, നകുലന്റെയും സഹദേവന്റെയും അച്ഛൻ ആരാണ് എന്ന് പ്രത്യേകം എടുത്ത് ചിന്തിക്കേണ്ടതാണ്. അശ്വിനി ദേവകളുടെ മക്കളാണ് നകുലനും സഹദേവനും. ആരാണ് അശ്വിനി ദേവകൾ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ലല്ലോ. ദേവന്മാരുടെ വൈദ്യസങ്കല്പത്തിലുള്ള ദേവതകളാണ് അശ്വിനി ദേവന്മാർ. അതുകൊണ്ട് തന്നെ നകുലനിലും ഈ രോഗശാന്തിയുടെ അല്ലെങ്കിൽ സൗഖ്യപ്പെടുത്തുന്നതിന്റെ വിശേഷപ്പെട്ട ഗുണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശ്രീകൃഷ്ണസ്വാമിയുടെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സങ്കല്പം, ഭഗവാനെ അങ്ങയെ ആശ്രയിച്ചെത്തുന്ന ഭക്തർ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അവരെത്ര വലിയ ആദിവ്യാധികളിൽ കഷ്ടപ്പെടുന്ന ആളുകളായിക്കൊള്ളട്ടെ, അവരുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും മാറ്റി അവരെ അനുഗ്രഹിക്കണേ എന്ന ഭാവത്തിലാണ് ഇവിടെ നകുലൻ ശ്രീകൃഷ്ണസ്വാമിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് ഔഷധ സേവയായിട്ട് അല്ലെങ്കിൽ രോഗശാന്തിയുമായിട്ട് ഇത്രയധികം പ്രാധാന്യം വന്നിട്ടുള്ളത്. ആ പാരമ്പര്യം ഇന്നും ഈ ക്ഷേത്രം നിലനിർത്തി കൊണ്ടുപോകുന്നു. നേരത്തെ സൂചിപ്പിച്ച കർക്കിടക മാസത്തിൽ നടക്കുന്ന ഔഷധ സേവ എന്ന് വിളിക്കപ്പെടുന്ന വിശേഷപ്പെട്ട ചടങ്ങിലൂടെ ഭഗവാനെ ആശ്രയിക്കുന്ന നിരവധിയായിട്ടുള്ള രോഗങ്ങളുള്ള ആളുകൾ സൗഖ്യത്തോടുകൂടി ഭഗവാനെ നമസ്കരിക്കുന്ന കാഴ്ച ഈ ക്ഷേത്രത്തിൽ എത്തുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കാവുന്നതാണ്. തൊടുപുഴ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ നാലമ്പലത്തിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് സാക്ഷാൽ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി സാന്നിധ്യം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
പഞ്ചപാണ്ഡവരിൽ അശ്വിനി ദേവകളുടെ മക്കളായിട്ടുള്ള നകുല സഹദേവന്മാർ, അതിൽ നകുലൻ പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇവിടെയുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവന്മാരുടെ വൈദ്യന്മാരാണ് അശ്വിനി ദേവകൾ. അതുകൊണ്ട് തന്നെ അവരുടെ അച്ഛന്റെ ഗുണം നകുലനിലും സഹദേവനിലും ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. നല്ല രീതിയിൽ ചികിത്സയ്ക്ക്, വൈദ്യത്തിന് ഒക്കെ അവർക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നകുലനാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള വിഗ്രഹമായതുകൊണ്ട് തന്നെ ഇവിടെ രോഗശാന്തിക്ക് ഭഗവാൻ കൃഷ്ണസ്വാമി എന്ന് പറയുന്നത് സർവ്വരോഗങ്ങളും മാറ്റിക്കൊടുക്കുന്ന ഭാവത്തിലാണ് ഇവിടെ നകുലൻ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാലമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും എന്തെന്നില്ലാത്തൊരു കുളിർമയും നമ്മളെ ഭഗവാൻ നമ്മളിലേക്ക് സ്വീകരിക്കുന്നു എന്നുള്ളൊരു ഭാവവും നമുക്ക് ഉണ്ടാവുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ ശ്രീകോവിലിനകത്ത് ചതുർബാഹു വിഗ്രഹത്തിലുള്ള ശ്രീകൃഷ്ണസ്വാമിയുടെ വിഗ്രഹമാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. ശംഖ്, ചക്രം, ഗദ, പത്മം എന്നുള്ള ഭാവത്തോടു കൂടി ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണു വിഗ്രഹമാണ് അകത്തുള്ളതെങ്കിലും ശ്രീകൃഷ്ണസ്വാമിയാണ് അതിൽ സങ്കല്പിച്ചിട്ടുള്ളത്. ഭഗവാൻ സർവ്വരോഗങ്ങളും മാറ്റുന്ന ഭാവത്തിൽ, നമ്മൾ പൊതുവിൽ ഭഗവാനെ വിളിക്കാതെ തന്നെ വാതാലയേശൻ എന്ന് വിളിക്കാറുണ്ട് ഗുരുവായൂരപ്പനെ. സർവ്വരോഗങ്ങളും മാറ്റിക്കൊടുക്കുക എന്നുള്ളത് ഭഗവാന്റെ ഉത്തരവാദിത്വമായിട്ടാണ് ഭഗവാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തി പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും സർവ്വവിധ വ്യാധികളും ഭഗവാൻ മാറ്റിക്കൊടുക്കുന്നു. ഈ ശ്രീകോവിലിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ശ്രീകൃഷ്ണസ്വാമിയുടെ വിഗ്രഹമാണ്. പ്രദക്ഷിണ വഴിയിലായി ഒരു ശ്രീകോവിലിനകത്തായി ശിവൻ, സുബ്രഹ്മണ്യൻ, ഒപ്പം തന്നെ മഹാഗണപതിയുടെ പ്രതിഷ്ഠയും നമുക്ക് കാണാൻ സാധിക്കും. ചുറ്റമ്പലത്തിന് പുറത്തായി ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ വിശേഷപ്പെട്ട ഒരു പ്രതിഷ്ഠ ഇവിടെയുണ്ട്. ഒപ്പം ഭുവനേശ്വരി, ദുർഗ, രക്ഷസ്, നാഗങ്ങൾ എന്നീ ഉപദേവതമാരും ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമിയുടെ ഒപ്പം ഈ ദിവ്യ സങ്കേതത്തിൽ സാന്നിധ്യം ചെയ്യുന്നു. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നിത്യപൂജാ സമ്പ്രദായം 3 പൂജകളോട് കൂടിയതാണ്. രാവിലെ 5 മണിക്ക് ഭഗവാന് നട തുറന്നു കഴിഞ്ഞാൽ ഉഷപൂജ, ഉച്ചപൂജ, വൈകിട്ട് അത്താഴപൂജ എന്നിങ്ങനെ 3 പൂജകളായിട്ടാണ് ഭഗവാൻ ഇവിടെ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസരങ്ങൾ കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി പോവാം. ഭഗവാൻ മഹാവിഷ്ണുവിന് അല്ലെങ്കിൽ നാരായണന് ഏറ്റവും വിശേഷപ്പെട്ട നക്ഷത്രങ്ങളിൽ ഒന്നാണ് തിരുവോണം. ഈ ഇടവെട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണത്തിന് അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത്. തിരുവോണ ദിവസം ഇവിടെ വിശേഷമായിട്ട് തിരുവോണ ഊട്ട് എന്നൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ എല്ലാ മാസത്തിലെയും 2ാമത്തെ ഞായറാഴ്ച ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തരുടെയും വ്യാധികൾ മാറ്റുകയും ഒപ്പം തന്നെ അവരുടെ അഭീഷ്ടങ്ങളെല്ലാം തന്നെ ഭഗവാൻ നടത്തിക്കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ള സങ്കല്പത്തിൽ നടക്കുന്ന വളരെ വിശേഷപ്പെട്ട സൗഖ്യാഭീഷ്ട സിദ്ധി പൂജ എന്ന വിശേഷപ്പെട്ട പൂജ നടക്കുന്നത് എല്ലാ മാസത്തിലെയും 2ാമത്തെ ഞായറാഴ്ചയാണ്. അപ്പൊ ഈ 2 നക്ഷത്രങ്ങൾ, ഒന്ന് തിരുവോണം, 2 എല്ലാ മാസത്തിലെയും 2ാമത്തെ ഞായറാഴ്ച, ഈ വിശേഷപ്പെട്ട അവസരങ്ങളിൽ ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും ഈ 2 ചടങ്ങുകളിലും പങ്കെടുക്കാനും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാനുമുള്ള ഏറ്റവും വലിയ അവസരമാണ് ലഭിക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. വൈകിട്ട് 5:30 നട തുറക്കുന്ന ഭഗവാന്റെ ദർശനം അവസാനിക്കുന്നത് ഏതാണ്ട് 7-7:30 കൂടിയാണ്. ഈ സമയങ്ങളിൽ പരമാവധി ദർശനത്തിനെത്തി ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിച്ച് മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പുണ്യ സങ്കേതത്തിൽ നിന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വിട പറയാനാണ്. ഇടവെട്ടിക്കണ്ണൻ ധന്വന്തരി സങ്കല്പത്തിലുള്ള ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സർവാഭീഷ്ടങ്ങൾ നൽകാനുള്ള ശക്തി ഉണ്ടെങ്കിലും വിശേഷമായിട്ട് അദ്ദേഹം അനുഗ്രഹിക്കുക രോഗങ്ങൾ മാറ്റിയിട്ടാണ്. പൊതുവിൽ ഗുരുവായൂരപ്പനെ ഭജിക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും താല്പര്യമാണല്ലോ ആയുരാരോഗ്യ സൗഖ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പ്രദാനം ചെയ്യുന്ന ഭാവത്തിലാണ് ഈ ഇടവെട്ടിക്കണ്ണൻ ഇവിടെ സാന്നിധ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒപ്പം ഈ നകുലനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതുകൊണ്ടും ഈ ഔഷധ സേവ എന്ന് വിളിക്കപ്പെടുന്ന വിശേഷപ്പെട്ട അവസരത്തിന് ഇവിടെ വലിയ പ്രാധാന്യമുള്ളത്. കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും, ഇന്ത്യക്ക് പുറത്തു നിന്ന് പോലും ഈ ഇടവെട്ടിക്കണ്ണന്റെ ഈ രോഗശാന്തി ഭാവത്തെ മനസ്സിലാക്കി ഒരുപാട് ഭക്തരാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. പല ആളുകളും അതിൽ മാറാരോഗങ്ങളുള്ളവർ പോലും ഉണ്ടായിരുന്നു എന്നാണ്. അവർക്ക് പോലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ രോഗങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടായി എന്നുള്ളത് ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും അനുഭവിച്ചറിയാൻ സാധിക്കുന്ന സാക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വിളിച്ചു ചോദിക്കാറുണ്ട്, ഈ വർഷം ഞങ്ങൾക്കും ഭഗവാന്റെ ഔഷധ സേവയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ വർഷം എന്നാണ് ഈ ഔഷധ സേവ എന്ന് വിളിക്കപ്പെടുന്ന വിശേഷപ്പെട്ട അവസരം വരുന്നത്. ഇങ്ങനെ ഒരുപാട് പേരാണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഔഷധ സേവയെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഈ വർഷത്തെ ഔഷധ സേവ എന്നാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാം, 2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതി. ആ സമയത്തിന് വളരെയധികമായിട്ടുള്ളൊരു വൈശിഷ്യമുണ്ട്.
ആ സമയം കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ ഔഷധ സേവയ്ക്ക് വലിയ മാനങ്ങളാണ് പൂർവികർ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കർക്കിടകം 16 ആയിട്ടുള്ള ആഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് ഈ ക്ഷേത്രത്തിൽ ഈ വർഷം ഔഷധ സേവ നടക്കുന്നത്. അന്നേ ദിവസം ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന അസുഖം, വ്യാധി എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിന് എത്ര വലിയ പൂർവ്വ ദുരിതം ഉണ്ടായിക്കൊള്ളട്ടെ, അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാറുകയും നിങ്ങളെ ഈ ഇടവെട്ടിക്കണ്ണൻ ചേർത്ത് പിടിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും ഉണ്ടാവേണ്ടതായിട്ടില്ല. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഔഷധ സേവയിൽ പങ്കെടുക്കാൻ ആർക്കൊക്കെയാണ് സാധിക്കുക എന്ന് പറയാം. ഒന്ന്, ദീർഘനാളായിട്ടൊരു അസുഖം നിങ്ങൾക്കുണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു അസുഖബാധിതനാണ് നിങ്ങൾ. പല സ്ഥലങ്ങളിലും നിങ്ങൾ പല ചികിത്സകളും നടത്തി, എന്നിട്ടും ആ അസുഖം ഭേദാവുന്നതായിട്ട് തോന്നുന്നില്ല. ഇനി ആരെയാണ് ആശ്രയിക്കേണ്ടത് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇടവെട്ടി കണ്ണനെ നിങ്ങൾ ആശ്രയിക്കൂ. അദ്ദേഹത്തിന്റെ ഔഷധ സേവയിൽ നിങ്ങൾ പങ്കെടുക്കൂ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ രോഗം ഭഗവാൻ മാറ്റിത്തരും എന്നുള്ളത് ഉറപ്പാണ്. 2, സാധാരണക്കാരായിട്ടുള്ള ഭക്തരാണ് നമ്മളെല്ലാവരും. നമുക്കും ഭാവിയിൽ ഈ ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ഭക്തർക്കും ഈ പൂജയിൽ പങ്കെടുക്കാം. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കും. ഈ 2 വിഭാഗം ആളുകൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്നു മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് ഈ ഔഷധ സേവയുടെ ചടങ്ങുകൾ എന്ന് പറയാം. ഈ ഔഷധം തയ്യാറാക്കുന്നത് ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ്. ആ ഔഷധത്തെ മന്ത്രപൂരിതമാക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ട തൃശ്ശൂർ ബ്രഹ്മസം മഠത്തിലെ ആചാര്യൻ ഔഷധ സൂക്തം തൊട്ട് ജപിക്കുന്ന വെണ്ണ ചാലിച്ചിട്ടുള്ള ഔഷധമാണ് ഈ ഒരു പൂജയുടെ ഭാഗമായിട്ട് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത്. ആ വെണ്ണ കൊണ്ടുവരുന്നതും വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലത്തു നിന്നാണ്. വാഴൂർ നീലകണ്ഠ തീർത്ഥപാദരുടെ ആശ്രമത്തിൽ നിന്നാണ് ആ വെണ്ണ കൊണ്ടുവരുന്നത്. അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള ഔഷധമാണ് ക്ഷേത്രത്തിൽ നിന്ന് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത്. അത് വിതരണം ചെയ്യുന്നത് കൊച്ചി ഇസ്കോണിലെ ആചാര്യന്മാരാണ്. അവരുടെ കൈകളിൽ നിന്ന് ആ ഔഷധം വാങ്ങി ക്ഷേത്രത്തിലെത്തിയ ഭക്തർ ഓരോരുത്തരും വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് അവിടെ സജ്ജീകരിച്ചിട്ടുള്ള ആചാര്യന്മാരുടെ നിർദ്ദേശാനുസരണം ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ധന്വന്തരി മന്ത്രഭാവത്തിലുള്ള മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് വേണം ഈ ഔഷധം സേവിക്കാനായിട്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വ്യാധി നിങ്ങൾക്കുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ വ്രതം, പഥ്യം എന്നിവ നോറ്റുകൊണ്ട് ഈ ഔഷധം സേവിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ള ആദിവ്യാധികളുള്ള ആളുകൾക്കൊക്കെ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഔഷധ സേവയെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വിവരം നിങ്ങൾ പങ്കുവയ്ക്കുക. അവരോടൊക്കെ തന്നെ ഈ വരുന്ന 2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ശനിയാഴ്ച കാലത്ത് 5 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ നടക്കുന്ന ഈ ഔഷധ സേവയിൽ പങ്കെടുക്കാൻ പ്രത്യേകമായിട്ട് പറയുക. കാരണം ഭഗവാന്റെ അനുഗ്രഹം അവരിലേക്ക് എത്താൻ ഭഗവാൻ നിങ്ങളെ നിയോഗിച്ചു എന്ന് മനസ്സിലാക്കുക. അതുവഴി വേണം ഈ ക്ഷേത്രത്തിലേക്ക് ഭഗവാന്റെ ആ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാനായി നിരവധിയായിട്ടുള്ള രോഗികളെ എത്തിക്കാൻ നമ്മളുടെ ഭാഗത്തുനിന്ന് ശ്രമം നമ്മൾ നടത്തേണ്ടത്. കാരണം സനാതന ധർമ്മത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കുന്നവർക്ക് എപ്പോഴും ഭഗവാൻ കൃഷ്ണൻ പ്രത്യക്ഷത്തിലുണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ഇനി ദൂരപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് കാലത്ത് 5 മണിക്കൊക്കെ ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കുക എന്നൊരു വിഷമം ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്കൊപ്പം ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു തരാൻ അവർ തയ്യാറാണ്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ ഭഗവാന്റെ ഔഷധ സേവയിൽ പങ്കെടുക്കാനുള്ള അവസരം ക്ഷേത്ര ഭാരവാഹികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തുക, ഔഷധ സേവയിൽ പങ്കെടുക്കുക. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും ഭഗവാൻ കൃഷ്ണൻ മാറ്റിത്തരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തൊടുപുഴ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതി കർക്കിടകം 16 ശനിയാഴ്ച നടക്കുന്ന ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ഔഷധ സേവയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തർക്കായി ക്ഷേത്ര ഭാരവാഹികൾ നിരവധിയായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന ഏറ്റവും ആദരണീയനായിട്ടുള്ള ശ്രീ സിജു ബി പിള്ളൈ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഈ വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം സാർ, എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ആണ് നമ്മളിപ്പോൾ ഭക്തർക്ക് വേണ്ടി ഈ വർഷം ഒരുക്കിയിട്ടുള്ളത്? നമസ്കാരം. 2026 ഓഗസ്റ്റ് 1 ശനിയാഴ്ച നടക്കുന്ന ഇടവെട്ടി ഔഷധ സേവയ്ക്ക് അതിവിപുലമായ സജ്ജീകരണങ്ങളാണ് ഈ വർഷം ക്ഷേത്ര ഭരണസമിതി ഒരുക്കിയിരിക്കുന്നത്.
ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തജനങ്ങളുടെ പ്രവാഹം ക്ഷേത്രത്തിലേക്ക് ഉണ്ടാകുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ വെച്ച് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ള അതിവിപുലമായ ക്രമീകരണങ്ങൾ ക്ഷേത്ര ഭരണസമിതി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് നൽകേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ ഒരു ഗ്രാമപ്രദേശമാണിത്. അപ്പോൾ സ്വന്തമായി വാഹനത്തിൽ എത്താൻ സാധിക്കാത്ത ഭക്തജനങ്ങൾക്ക് അവർക്ക് KSRTCയുമായി ചേർന്നുകൊണ്ട് യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി പ്രഥമ പരിഗണന നൽകുന്നുണ്ട്. മുൻവർഷങ്ങളിൽ ഉണ്ടായിരുന്നത് എങ്കിൽ പോലും ഇത്തവണ കഴിഞ്ഞ വർഷം 4 ബസ്സോളം KSRTC ഒരുക്കിയിരുന്നു. അപ്പം KSRTC അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ബസ് സർവീസുകൾ ഈ വർഷം ഒരുക്കുന്നതിന് വേണ്ടി ക്ഷേത്ര ഭരണസമിതി മുൻകൈ എടുക്കുന്നുണ്ട്. അപ്പോൾ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടെ നിന്നും അവിടെ ബസ് സ്റ്റാൻഡിൽ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിൽ എത്തുകയും തിരിച്ച് ഔഷധം സേവിച്ച് ഔഷധക്കഞ്ഞിയും കുടിച്ച് മടങ്ങിപ്പോയി സ്റ്റാൻഡിലെത്തി അവർക്ക് സ്വന്തം വാഹനത്തിൽ മടങ്ങാനുള്ള ക്രമീകരണങ്ങളും ഇത്തവണ ഒരുക്കുന്നുണ്ട്. അതും KSRTCയുമായി സഹകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൂടാതെ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ തൊടുപുഴയിലെ 5 പ്രധാനപ്പെട്ട കൃഷ്ണക്ഷേത്രങ്ങളുണ്ട്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അതുപോലെ മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, പിന്നെ ഇടവെട്ടി, അതുപോലെ പെരുമ്പിളിച്ചിറ. ഈ 5 ക്ഷേത്രങ്ങളും പഞ്ചപാണ്ഡവരാൽ പ്രതിഷ്ഠിച്ചതായതുകൊണ്ട് ഈ ഔഷധ സേവയ്ക്ക് എത്തിച്ചേരുന്ന ആളുകൾക്ക് ഈ അന്നത്തെ ദിവസം 5 ക്ഷേത്രങ്ങൾ 5 അമ്പല ദർശനം കൂടെ നടത്തക്ക രീതിയിലുള്ള ക്രമീകരണം ക്ഷേത്ര ഭരണസമിതി ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം വാഹന സൗകര്യം അന്നേ ദിവസം ഉണ്ടായിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. 2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതി നടക്കുന്ന ഔഷധ സേവയിലും ഒപ്പം തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പഞ്ചപാണ്ഡവരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഈ ക്ഷേത്രത്തിന് ചുറ്റുഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയുടെ മറ്റ് ക്ഷേത്രങ്ങളും സന്ദർശിക്കാനുള്ള ഒരു അവസരം ക്ഷേത്ര ഭാരവാഹികൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. മുഴുവൻ ഭക്തരും ഈ അവസരങ്ങളൊക്കെ തന്നെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഔഷധ സേവയിലേക്ക് എത്തുന്ന ഭക്തരുടെ സഹായങ്ങൾക്കായി ക്ഷേത്രം വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഈ വർഷവും ഒരുക്കിയിട്ടുണ്ട്. അതേക്കുറിച്ച് നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാനായി ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന ആദരണീയനായിട്ടുള്ള ജയൻ സാർ നമ്മുടെ കൂടെ ഉണ്ട്. സാർ നിങ്ങളോട് സംസാരിക്കും. സാർ, എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ആളുകളുടെ താമസം ഉൾപ്പെടെ അന്നേ ദിവസം ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഭഗവാന് സമർപ്പിക്കാവുന്ന ഈ രോഗശാന്തിയുമായി ബന്ധപ്പെട്ട വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കണം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഒരു വർഷമായി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് കർക്കിടകം 16 വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. അപ്പോൾ അത് ഈ വർഷം ഓഗസ്റ്റ് 1-ാം തീയതി ശനിയാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് എത്തുന്ന ആളുകൾക്ക് ധാരാളം പേര് വരാറുണ്ട്. കാരണം രാവിലെ 5 മണിക്ക് നമ്മുടെ ഔഷധ സേവ തുടങ്ങുന്നത് കൊണ്ട് തന്നെ. നമ്മുടെ ഇതൊരു ഗ്രാമപ്രദേശമാണ്. നമുക്ക് 5 കിലോമീറ്റർ അപ്പുറത്താണ് തൊടുപുഴ, ഒരു ടൗണാണ്. അപ്പോൾ വരുന്ന ആളുകൾക്കൊക്കെയും അവിടെയാണ് ആളുകൾ വന്ന് തങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതോടൊപ്പം ഈ നമ്മുടെ അക്കോമഡേഷൻ്റെ കോർഡിനേറ്ററുടെ നമ്പർ കൂടി ഒന്ന് കൊടുത്താൽ തീർച്ചയായും അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ, അപ്പം അദ്ദേഹം തൊടുപുഴ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ നമുക്ക് ഏത് രീതിയിലുള്ള റൂമാണോ വേണ്ടത് അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉള്ള സൗകര്യം അങ്ങനെയാണ് നമുക്ക് ഏർപ്പാടാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് രാവിലെ 5 മണി മുതലാണ് ഔഷധ സേവ തുടങ്ങുന്നത്. നമുക്കിവിടെ അന്ന് ചെയ്യാൻ സാധിക്കുന്നത് വെണ്ണ, ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വെണ്ണ നിവേദ്യം നമുക്ക് നടത്താം. അതുപോലെ തന്നെ നമുക്ക് ഈ എണ്ണ ഒരു കുടം സമർപ്പണം വളരെ വിശേഷമാണ്. ഭഗവാന്റെ രോഗഹരമായ ചൈതന്യത്തോടു കൂടി വിരാജിക്കുന്ന ഭഗവാന് അഭിഷേകം ചെയ്ത എണ്ണ സർവ്വരോഗങ്ങൾക്കും ശമനം പ്രദാനം ചെയ്യുന്ന ഒരു സിദ്ധൌഷധമായിട്ടാണ് കരുതുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ഏകാഗ്രതയും ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കുന്നതിന് അവർക്കും ഈ അഭിഷേകം ചെയ്ത എണ്ണ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണ ഒരു കുടം സമർപ്പിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ആ അഡ്രസ്സും പിൻകോഡ് ഫോൺ നമ്പർ കൂടി നൽകിയാൽ നമ്മൾ അവർക്കത് അയച്ചു കൊടുക്കും. അഭിഷേകം ചെയ്തിട്ട് ഇപ്പോൾ വന്ന അന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല, പിറ്റേ ദിവസം ചെയ്തിട്ട് നമുക്ക് അയച്ചു കൊടുക്കാനുള്ളൊരു സൗകര്യം ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് അന്ന് പൂജിച്ച ഭഗവാന്റെ ലോക്കറ്റുണ്ട്, അതുപോലെ നാരായണ കവച മന്ത്രം ജപിച്ച ചരട്, അതുപോലെ തന്നെ ആമോദരവും വളരെ വിശേഷമാണ്. പിതൃപ്രീതിക്കും ധനപരമായ ഒരു ഉയർച്ചയ്ക്കൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ ഈ ആമമോതിരം, അതുപോലെ തന്നെ അന്ന് നമുക്ക് നമ്മുടെ നാണയപ്പറ ഉൾപ്പെടെയുള്ള വഴിപാടുകളുണ്ട്. നാണയപ്പറ വളരെ വിശേഷമാണ്.
അപ്പോൾ ഏത് ആഗ്രഹത്തോടു കൂടിയാണോ നാണയപ്പറ സമർപ്പിക്കുന്നത് ആ ആഗ്രഹങ്ങളൊക്കെയും ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അന്ന് വരുന്ന ആളുകൾക്കൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും, പട്ടിൽ പൊതിഞ്ഞൊരു നാണയം ഇവിടെ ഉണ്ടാവും, ഈ നാണയപ്പറ സമർപ്പിച്ചിടത്തൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ വർഷം ഈ ഔഷധ സേവയ്ക്ക് വന്ന് നാണയം പറ സമർപ്പിച്ചിട്ട് നാണയപ്പറ സമർപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ച് അവർക്ക് കൊടുക്കുന്നത് പട്ടിൽ പൊതിഞ്ഞ നാണയമാണ്. അപ്പോൾ അത് ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ ഉടനെ അല്ലെങ്കിലും തിരികെ സമർപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു വർഷം കാത്തിരിക്കുകയാണ്. ആ ഒരു വർഷത്തിനുള്ളിൽ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കാറുണ്ട്. അത്ഭുത കൃഷ്ണനായി, ഔഷധ കൃഷ്ണനായി വിരാജിക്കുകയാണ് ഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് ആ നാണയപ്പറ വളരെ വിശേഷമാണ്. അത് രാവിലെ മുതൽ ധാരാളം ആളുകൾ അന്ന് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നാണയം കൊണ്ടുള്ള തുലാഭാരം രോഗശമനത്തിന് വേണ്ടിയിട്ട് ഒരു ഭക്തയുടെ മനസ്സിൽ തോന്നിപ്പിച്ച ഒരു വഴിപാടാണ്. അപ്പോൾ ഭക്തയുടെ മനസ്സിൽ തോന്നിപ്പിച്ച വഴിപാടെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വപ്ന ദർശനത്തിലൂടെ ഈ ഒരു ഇടവെട്ടി കൃഷ്ണന് നാണയം കൊണ്ടുള്ള തുലാഭാരം മകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മകൾക്ക് വയറിലൊരു ട്യൂമറായിട്ട് ഡോക്ടർ ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടാണ് അവർ ഈ ഒരു വഴിപാട് നിശ്ചയിച്ച് ഇവിടെ വന്നു. പക്ഷേ അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു വഴിപാട് ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ അത്രയും കോയിൻ വേണമല്ലോ, അപ്പോൾ അതെല്ലാം കളക്ട് ചെയ്തിട്ട് പിന്നെ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ മോളെയും കൊണ്ട് വന്ന് ഈ ഒരു വഴിപാട് നടത്തി. വീണ്ടും ഡോക്ടർ ആ ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ പക്ഷേ അവർ പറഞ്ഞു എന്തായാലും ഒന്നുകൂടെ സ്കാൻ ചെയ്തിട്ട് നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു അത്ഭുതമായിട്ട് കരുതുകയാണ്. കാരണം സ്കാൻ ചെയ്തപ്പോൾ ആ മുഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് മുതൽ ഈ ഒരു വഴിപാട് ഈ രോഗശമനത്തിന് വേണ്ടിയിട്ട് നാണയം കൊണ്ടുള്ള തുലാഭാരമുണ്ട്. അപ്പോൾ അതും നമുക്ക് ഈ ഔഷധ സേവയുടെ അന്ന് നമുക്ക് ചെയ്യാനുള്ള ഒരു വഴിപാടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വീടുകളിൽ ഭഗവാന്റെ ഒരു ചൈതന്യത്തിൻ്റെ ഒരു അംശമായിട്ട് നമ്മുടെ സുദർശന യന്ത്രം അന്ന് പൂജിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ അതും ആളുകൾക്ക് ചെയ്യാനുള്ളൊരു അവസരം ഒരുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾക്ക് പുറമെ നമുക്കൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എന്തൊക്കെ വഴിപാടുകൾ ചെയ്യാൻ സാധിക്കും? അതെ, അത് എല്ലാം തന്നെ ഉണ്ടാവും. തൃമധുരം ഉണ്ട്, അതുപോലെ തന്നെ പാൽപ്പായസമൊക്കെ ചീട്ടാക്കിയാൽ അന്ന് എല്ലാ വഴിപാടുകളും കൃഷ്ണന് സമർപ്പിക്കാൻ സാധിക്കുന്നതൊക്കെ അന്ന് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത്രയധികം വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 2026 വർഷത്തിലെ ഔഷധ സേവയുമായിട്ട് ബന്ധപ്പെട്ട് ഭാരവാഹികൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാനായിട്ട് എല്ലാ ഭക്തജനങ്ങളെയും 2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ശനിയാഴ്ച, കർക്കിടക മാസം 16-ാം തീയതി ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദേവന്മാരുടെ വൈദ്യന്മാരായിട്ടുള്ള അശ്വിനി ദേവകളുടെ പ്രിയപ്പെട്ട മകനായിട്ടുള്ള നകുലൻ തന്നെ ആശ്രയിക്കുന്ന എല്ലാ ഭക്തരുടെയും വ്യാധികൾ മാറ്റണേ ഭഗവാനെ എന്ന ഭാവത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഔഷധക്കണ്ണനായിട്ടുള്ള സാക്ഷാൽ ധന്വന്തരി മൂർത്തിയുടെ ഭാവത്തിലുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണസ്വാമിയുടെ ഏറ്റവും വിശേഷപ്പെട്ട തൊടുപുഴ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും ഒപ്പം ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഔഷധ ഭക്തരിലേക്ക് എത്തിക്കുന്ന ഔഷധ സേവയുടെ വിശേഷങ്ങളുമാണ് ഈ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെട്ടത് ജ്യോതിഷ വാർത്തയിലുമായി. തീർച്ചയായിട്ടും ഈ 2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതി നടക്കുന്ന ഔഷധ സേവയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ദയവായി ഈ വീഡിയോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആദിവ്യാധികളുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളിലേക്ക് എത്തിക്കുക. ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ആ അസുഖങ്ങളൊക്കെ അവർക്ക് ഭേദമാവാനുള്ള സാഹചര്യം ഈ ക്ഷേത്രത്തിലുണ്ടെന്ന് അവരെ മനസ്സിലാക്കിപ്പിക്കുക. അവരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാനുള്ള നിങ്ങളുടെ ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും ജ്യോതിഷ വാർത്തയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്തേ.